നമുക്ക് പ്രസാദ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോകാം. പ്രസാദ്, നമുക്കറിയാം എത്രമാത്രം വേദനയോടെയാണ് കലാകേരളം ഇന്ന് ഈ വാർത്ത കേൾക്കുന്നത്. പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂങ്കുന്നത്തെ വീട്ടിൽ ഇപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ആളുകൾ ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു. നമ്മളെ കണ്ടതോടുകൂടെ എപ്പോഴാണ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എന്തായാലും 8 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് അച്യുതൻ മുൻപ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 8 മണിക്ക് ശേഷം അമല ആശുപത്രിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഏതാണ്ട് 10:30 വരെ ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. ഏതാണ്ട് 14 വർഷത്തോളമായി പി ജയചന്ദ്രൻ എന്ന മഹാഗായകൻ താമസിച്ചത് ഈ വീട്ടിൽ ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആളുകൾ ഒരു ആരാധനയോടെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാൻ ഈ ഒരു നോക്കുവാൻ അവസാനമായിട്ട് കാണാൻ ആളുകൾ എത്തും. അത് പ്രതീക്ഷിച്ചിട്ടാണ് 10:30 വരെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം റീജിയണൽ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ വരുന്നു. ഔപചാരികമായ വിട ചൊല്ലലെല്ലാം അവിടെ ആയിരിക്കും. പിന്നീട് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരും. നാളെ രാവിലെ 8 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് 12 മണിക്ക് ശേഷമാകും അവിടെ സംസ്കാരം നടക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു നമ്മളോട് പറഞ്ഞത്. നമ്മൾ പി ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഗായകൻ എന്ന നിലയിൽ മാത്രമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ അദ്ദേഹം ഗായകൻ മാത്രമല്ല, ഒരു നടൻ കൂടിയായിരുന്നു എന്നത് പലപ്പോഴും ചിലരെങ്കിലും മറന്നു പോകാറുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് എല്ലാം തന്നെ ഇപ്പോൾ TV ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പി ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ ഗാനം കേൾക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ പത്രങ്ങളിലോ മാഗസിനിലോ പടം കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം വിനീതുമായുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. ഗായകനായി തന്നെ അഭിനയിക്കുന്ന വിനീത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നൊരു സിനിമ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ പി ജയചന്ദ്രൻ ഇന്ന് നമ്മൾ കാണുന്ന അതേ ജയചന്ദ്രൻ്റെ അതേ ശബ്ദം, അതേപോലുള്ള പെരുമാറ്റമെല്ലാം തന്നെ നമുക്ക് നക്ഷത്രങ്ങൾ എന്ന സിനിമയിലും അദ്ദേഹത്തെ കാണാൻ. അധികം ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചില്ല. പക്ഷേ ആ ഗായകനായിട്ട് അഭിനയിച്ച ആ സിനിമ, ഒറ്റ സിനിമ നമ്മളുടെ മനസ്സിലേക്ക് അത്രയ്ക്ക് ആഴ്ന്നിറങ്ങുന്നൊരു സിനിമയായിരുന്നു. ഇപ്പോൾ എന്തായാലും ജയേട്ടൻ പെട്ടെന്ന് തന്നെ പോയി എന്നാണ്. അദ്ദേഹത്തിന് അസുഖബാധിതനായെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ആ രൂപമെല്ലാം നമ്മൾ കണ്ടു. അവസാനത്തെ ഗാനം ഗുരുവായൂരപ്പ എന്നുള്ള ഗാനം പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം എല്ലാവരും കണ്ടതാണ്. വിഷമം തോന്നുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞ പോലെ തന്നെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം പോകും എന്ന് എല്ലാവരും കരുതിയിരുന്നില്ല. ധാരാളം ആളുകൾ എന്തായാലും ഇവിടേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. 8 മണിക്ക് ശേഷം ഈ വീട്ടിലേക്ക് സംസ്കാരത്തിനായി പൊതുദർശനത്തിനായി കൊണ്ടുവരും. ജയലക്ഷ്മി.